തിരുവനന്തപുരം അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന MDMA പിടിച്ചെടുത്തു. പ്രതിയെ പിടികൂടിയതിനൊപ്പം കണ്ണികൾക്കായുള്ള അന്വേഷണവും എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സ്വകാര്യ ബസ്സിൽ മാരക മയക്കുമരുന്നുമായാണ് കൊല്ലം സ്വദേശി സുഹൈൽ കയറിയത്. 1 ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ 190 ഗ്രാം MDMA കേരളത്തിലെത്തിച്ചു വിൽക്കുകയായിരുന്നു ലക്ഷ്യം. ബസ് കേരളത്തിലേക്ക് കടക്കുന്നത് എക്സൈസിന്റെ അമരവിള ചെക്ക് പോസ്റ്റ് വഴിയാണെന്നുള്ള കാര്യം പ്രതിക്കറിയാം. പക്ഷേ പിടികൂടില്ലെന്നായിരുന്നു ആത്മധൈര്യം. ചെക്ക് പോസ്റ്റിലെത്തിയ ബസ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൈകാട്ടി നിർത്തി. ഇൻസ്പെക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. സുഹൈലിന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതോടെ ബസ്സിൽ വെച്ച് ബാഗ് പരിശോധിച്ചു. കണ്ടത് അറയിലൊളിപ്പിച്ച മാരക മയക്കുമരുന്ന്. വിൽക്കാനാണ് സാധനം കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതി സുഹൈൽ സമ്മതിച്ചു. ഇനി കണ്ടെത്തേണ്ടത് കണ്ണികളെയും ഉറവിടവും. ബസ്സിൽ ഇവർ ബാംഗ്ലൂരിൽ പോകുന്നു. അവിടെ പോയി എടുത്ത് ട്രിവാൻഡ്രം ടു ബസ്സുകളുണ്ടല്ലോ, വോൾവോ ബസ്സുകൾ, അതിലാണ് കൊണ്ടുവരുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ആ ചെറിയ ബാഗിലൊരു അറയിലാണ് ഇത് ചോദ്യം ചെയ്തതിൽ അദ്ദേഹം സമ്മതിച്ചു. ഇത് MDMA ആണ് കച്ചവടത്തിനാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 2 ഫോണുകളും ഫോണിൻ്റെ അകത്ത് ഈ പറഞ്ഞ സംശയിക്കുന്ന ആസ്പദമായ കാര്യങ്ങളെല്ലാം, അങ്ങനെയാണ് നമുക്ക് സംശയം തോന്നി കൂടുതൽ പരിശോധന നടത്തിയത്. ചോദ്യം ചെയ്യലിലും വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിലും നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ചുവട് പിടിച്ചുള്ള അന്വേഷണത്തിൽ പൊതിഞ്ഞു നൽകിയവരെയും പങ്കുപറ്റുന്നവരെയും വേരോടെ പിടികൂടാനാണ് എക്സൈസിന്റെ നീക്കം. ക്യാമറമാൻ രോഹിൻ രാജിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.